എല്ലാവർക്കും നല്ല നമസ്കാരം. ലിയോ സിംഹ ആസ്ട്രോവേദിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ആയില്യമായിരുന്നു. എല്ലാവരും ആയില്യ പൂജയിൽ പങ്കെടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇന്നലത്തെ ആയില്യത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു വർഷം ആയില്യ പൂജ ചെയ്യുന്നതിന് തുല്യമാണ് ഇന്നലെ ഒറ്റ ദിവസത്തെ ആയില്യ പൂജയിൽ പങ്കെടുക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ഒരു വർഷക്കാലം ചെയ്യുന്നതിന് തുല്യമാണ് ഇന്നലെ ഒറ്റ ദിവസം നമ്മൾ ആയില്യ പൂജ എടുത്തായിരുന്നെങ്കിൽ. എല്ലാവരും എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അത്രയ്ക്കും ഐശ്വര്യവും സമ്പത്തും മനഃശാന്തിയും ലഭിക്കുന്നതിന് ഈ ആയില്യ പൂജ അത്രത്തോളം വിലപ്പെട്ടതാണ്. നമ്മളുടെ നിത്യജീവിതത്തിലെ സകലമാന ദോഷങ്ങളും പല രീതിയിലാണ് ഓരോ വ്യക്തിക്കും ദോഷങ്ങൾ അനുഭവപ്പെടുന്നത്. പ്രാക്ക് ദോഷം, അതുപോലെ തന്നെ കുടുംബത്തിലെ കലഹദോഷം, ജോലി സംബന്ധമായിട്ടുള്ള ദോഷം, ജോലി കിട്ടാതിരിക്കുന്നത്, ജോലി സ്ഥലത്ത് ഉയർച്ച ഉണ്ടാവാത്തത്, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല തരത്തിലുള്ള എല്ലാ വിഷമതകളും മാറ്റുന്നതിന് ഇന്നലത്തെ ആയില്യ പൂജ അത്രയ്ക്കും ഫലവത്തായ ഒരു പൂജയായിരുന്നു. ആയില്യ പൂജയോടൊപ്പം തന്നെ ബ്രഹ്മരക്ഷസുകൾക്ക് വേണ്ടിയിട്ടുള്ള പാൽപ്പായസ നേർച്ച അഥവാ പായസ നേർച്ച, ചിലയിടങ്ങളിൽ പാൽപ്പായസവും ചിലയിടങ്ങളിൽ പായസവും നേരാറുണ്ട്. അത്രയ്ക്കും മഹത്തരമായിട്ടുള്ള അത്രയ്ക്കും ബലവത്തായിട്ടുള്ള വഴിപാടായിരുന്നു ഇന്നലത്തെ ആയില്യ പൂജ. ആയില്യ പൂജയിൽ എല്ലാവരും പങ്കെടുത്തെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാര്യം അറിയാം, ഞാൻ ഒരു വട്ടം കൂടെ പറയുകയാണ്, നമ്മുടെ സകലമാന ദോഷങ്ങളും മാറാൻ നമ്മൾ എന്നും, അതായത് എല്ലാ ആയില്യ മാസങ്ങളിലും നമ്മൾ ആയില്യ പൂജ നടത്താറില്ലെങ്കിൽ പോലും, പക്ഷേ ഇന്നലത്തെ ഒറ്റ ആയില്യ പൂജ നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് ഒരു വർഷം കാലയളവിൽ ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് നമ്മൾ തുടർച്ചയായി ഒരു വർഷമായിട്ട് ആയില്യ പൂജ ചെയ്യുന്നതിന് തുല്യമാണ് ഇന്നലെ ഒറ്റ ദിവസം നമ്മൾ ആയില്യ പൂജ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ. അത്രയ്ക്കും ബലമാണ്, അത്രയ്ക്കും ഫലം നമുക്ക് സിദ്ധിക്കും. അത് ഉറപ്പായ കാര്യമാണ്. നമ്മളുടെ ശനിദോഷം അകലാനും നമ്മളുടെ നാള് മുഖേനയുള്ള എല്ലാ ദോഷങ്ങൾ അകലുവാനും ആയില്യ പൂജ കൊണ്ട് സാധിക്കും. അതായത് ചില നാളുകളിൽ ചന്ദ്രൻ മറഞ്ഞിരിക്കുന്നതിനാൽ ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നല്ല ഗുണഗണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ചിലപ്പോൾ ചന്ദ്രൻ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് സാധിക്കാതെയൊക്കെ വരും. അങ്ങനെ ചില നാളുകളിൽ കാണപ്പെടാറുമുണ്ട്. അപ്പോൾ അവരെല്ലാം നിത്യവും ഈ ആയില്യ പൂജയിൽ പങ്കെടുക്കുകയാണെങ്കിൽ, നിത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയില്യ പൂജ എന്നാണോ വരുന്നത് ആ മാസങ്ങളിൽ ആയില്യ പൂജയിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫലവത്താണ്. ഇന്നലത്തെ പൂജയാണെങ്കിൽ അത്യുത്തമം. കാര്യം ഒരു വർഷക്കാലയളവിൽ ചെയ്യുന്നതിന് തുല്യമാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ആയില്യ പൂജ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ആയില്യ പൂജ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ അമ്പലങ്ങളിലും ഉണ്ടത്. എല്ലാ അമ്പലങ്ങളിലും ആയില്യ പൂജ ചെയ്യുന്ന അമ്പലങ്ങൾ കുറേ ഉണ്ട്, ഒരുപാടുണ്ട്. വലിയ പൈസയൊന്നുമില്ല, 100 രൂപ ചിലയിടങ്ങളിൽ കാണും, ചിലയിടങ്ങളിൽ 50 രൂപ. ഇതിന് മേലൊരു അമ്പലങ്ങളിലും ആയില്യ പൂജയ്ക്ക് അങ്ങനെ വാങ്ങിക്കാറ് പോലും ഇല്ല. 100 50 അത്രേ ഉണ്ടാവത്തുള്ളൂ. എല്ലാവരും ആയില്യ പൂജ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആയില്യ പൂജ വഴിപാട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കഷ്ടപ്പാടുകളും എല്ലാം മാറട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.